ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. മർത്യനായി പിറക്കിലോ മാധവൻ തങ്കലേറ്റം ഭക്തിയുണ്ടാക വേണമല്ലായിൽ വൃഥാഫലം. ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടായി മനസ്സിങ്കൽ ആനന്ദമുണ്ടാകണം എങ്കിലിന്നേ നല്ലോ വിധിച്ച വണ്ണം തന്നെ കർമ്മങ്ങൾ ചെയ്തിടിലും മധുദേശിയിൽ ഭക്തിയില്ലായിൽ ഫലം വരാം. വേദങ്ങൾ ഉപനിഷാദ്യജ്ഞങ്ങൾ ശാസ്ത്രങ്ങളും ആദിയെ പാഠം ചെയ്ത സർവജ്ഞനെന്നാകിലും മാധവൻ കഥാമൃതം തന്നിലുള്ള വിരുചി ചേതസി കുറഞ്ഞീടിൽ ഏതുമേ ഫലമില്ല. പല ജാതിയിലുള്ള കർമ്മങ്ങൾ ചെയ്തിടിലും ഫലമില്ല അഖിലേശൻ താൻ പ്രസാദിച്ചില്ലെങ്കിലും. കേൾക്കയും പറയുകയും ഓർക്കയും പൂജിക്കയും മോക്ഷത്തെ നൽകിയിടുന്ന ഭഗവാൻ തന്നെ വേണ്ടു. കുറഞ്ഞോരറിവുള്ളിലുണ്ടെങ്കിലോ അവനുണ്ടോ നരക വൈരിതൻ്റെ ചരിതം മറക്കുന്നു. സജ്ജന സമ്പർക്കവും പുണ്യതീർത്ഥങ്ങൾ തോറും മജ്ജനം വഴി പോലെ ചെയ്യുകയും ദിനം പ്രതി ദുർജനവിയോഗമുണ്ടെന്നു വരുന്നവൻ അച്യുതകള കഥകളിൽ ഇച്ഛയും ഉണ്ടായി വരും. ഇച്ഛയുണ്ടാകും തോറും കേൾപ്പാന് തരം വരും. സ്വച്ഛമായി ചമഞ്ഞിടും ചിത്തവും അതിനാലെ നിശ്ചയം അകതാരിൽ അച്യുതൻ വസിച്ചിടും. അച്യുതൻ വസിക്കുമ്പോൾ നിശേഷ സൗഖ്യം വരും. സദ്ബോധമുണ്ടായി വന്നാൽ അച്യുതപാദാംബുജം ഉൾപ്പുവിലുറപ്പിച്ചു കൊള്ളേണമാകും വണ്ണം. നിർഗുണൻ നിഖില ലോകാശ്രയാ സ്വദാഭൂതൻ നിഷ്കളനായിട്ടെത്രേ നിൽക്കുന്നു നിരന്തരം. തൽസ്വയം പ്രഭാരമിതാനന്ദ സ്വതയിൽ നിന്ന് ഉത്ഭവിച്ചിതോ മഹാമായയും നടേ നടേ തന്മായ തന്നിൽ സംഘം തനിക്കില്ലെന്നാകിലും ചിന്മയി തന്നോടിട ചേർന്നു താൻ മയങ്ങിനാൻ. അവ്യക്തമായ പരബ്രഹ്മം മായ തന്നാൽ സുവ്യക്തമായിട്ടൊരു പുരുഷരൂപം തോന്നി. യോഗനിദ്രയും പൂണ്ടു വെള്ളത്തിൽ പള്ളി കൊള്ളും ഏകനായകൻ നാഭി തന്നിലൊരു പത്മം ഉണ്ടായിതതിൽ ജനിച്ചിടിനാൻ വിരിഞ്ചനും. ഉണ്ടായി ലോകങ്ങളും തന്നവയവങ്ങളാല് അന്നതിൽ പ്രജകളെ സൃഷ്ടിപ്പിച്ചരുളിനാന്. പിന്നെ അയച്ചതും ദുർമുഖൻ തന്നെ കൊണ്ടനുദിനം. തന്നിലെ പ്രജകളെ രക്ഷിപ്പാനായിക്കൊണ്ടല്ലോ തന്നെ അംശങ്ങളാൽ
അവതാരങ്ങൾ ചെയ്തും. നാലംശമായിട്ടതിൻ മുമ്പിലേ അവതാരം 4 പേർ സനകനും സനാതനൻ നാലാമൻ സനൽകുമാരാഖ്യനും ക്രമത്താലേ 4-5 വയസ്സുള്ള പൈതങ്ങൾ തമ്മേ പോലെ 4 വേദാന്തത്തെ ശീലിച്ചു സദാകാലം 4 പിരിയാതെ നടപ്പും പലയിടത്തും ബ്രഹ്മചര്യത്തിൻ നിഷ്ഠ കാട്ടുവാനായിട്ടല്ലോ നിർമ്മലന്മാരിങ്ങവതരിച്ചു ലോകത്തിങ്കൽ ഹിരണ്യാക്ഷനെ കൊന്നു ഭൂമിയെ ഉയർത്തുവാൻ പിറന്നു യജ്ഞാംഗനായ സുകരമൂർത്തിയാ. പിന്നെ സ്വാദ്വതമായ തന്ത്രം ലോകത്തെ പ്രകാശിപ്പാൻ സാത്വികനായ മുനി നാരദനായാനല്ലോ നരനാരായണന്മാരായി ചമഞ്ഞിതു. പിന്നെ ധരണി തന്നിൽ തപോബലത്തെ കാട്ടിടുവാൻ സിദ്ധേശനായ കപിലാഖ്യനായി ചമഞ്ഞിതും സിദ്ധിപ്പാൻ മനുഷ്യർക്കു സാഖ്യയോഗാർത്ഥജ്ഞാനം അത്രിപത്നിയിൽ ദത്തനെന്നഭിധാനത്തോടും പുത്രനായി അറിയിച്ചാൻ ദണ്ഡനീതികളെല്ലാം. സജ്ജനസേവ്യൻ യജ്ഞനായി അവതരിച്ചുടൻ ദുർജനാന്തകൻ തന്നെ നിർജ്ജരേന്ദ്രനുമായാൻ ലക്ഷ്മി വല്ലഭൻ നാഭിപത്നി മേരുവിൽ വന്ന് ശിക്ഷയോട് ഋഷഭനാം മുഖ്യഭുവനും മായാൻ ഭൂമിയെ കറപ്പാനും നിരത്തി ചമപ്പാനും ഭൂമിനായകൻ പൃഥുവായി അവതാരം ചെയ്താൻ. മേദിനീന്ദ്രാനുഗ്രഹത്തിന്നു താൻ പ്രളയാപ്തു മേദിനീപതി മത്സ്യമായി മറകളെ വീട്ടാന് ഇന്ദ്രാദികൾക്കു ജരാനരകൾ നീക്കിടുവാന് ഇന്ദ്രാരിജനവുമായി പാൽക്കടൽ കടഞ്ഞ നാള് മന്ദരമുയർത്തുവാനാമയായി കീഴേ നിന്നു മന്ദമെന്നിയെ പക്ഷിയായതിന്മീതേ നിന്നാൻ. ആയുർവേദത്തെ ഉപദേശിപ്പാൻ അവനിയിൽ നായകൻ ധന്വന്തരിമൂർത്തിയുമായാനല്ലോ ദൈത്യരെ മോഹിപ്പിച്ചും പീയൂഷം വീണ്ടിടുവാന് ദൈത്യാരി പുനരൊരു മോഹിനി വേഷം പൂണ്ടാൻ ഭക്തനാം പ്രഹ്ലാദനെ രക്ഷിപ്പാൻ പിതാവിനെ നിഗ്രഹിപ്പതെന്നോരു നരസിംഹവുമായാൻ വാമനമൂർത്തി മഹാബലിയെ വഞ്ചിപ്പാനായി കാമദനിന്ദ്രാനുജനായി അവതാരം ചെയ്താൻ. ബ്രഹ്മദേശികളായ ഭൂപരെയൊടുക്കുവാന് നിർമ്മലഞ്ചമദഗ്നി നന്ദനായ ശേഷം ധർമ്മസ്ഥാപനകരൻ ചിന്മയൻ ജഗന്മയൻ കൽമഷഹരൻ വേദവ്യാസനായതും നാഥൻ രാവണൻ തന്നെ കൊൽവാൻ രാമനായ അഖിലേശൻ ദേവകാര്യാർത്ഥമായി അവതരിച്ചോര് അനന്തരം രേവതീരമണനാൻ രാമനായി അവനിയിൽ ശീബനാം ബലഭദ്രനായതും താൻ തന്നെ പോലെ ദേവകീസൂതൻ കൃഷ്ണനായി അവതരിച്ചതും ദേവദേവേശൻ പിന്നെ കേവലം കലിങ്കൽ ബുദ്ധനാഞ്ജിനസുതനായതും ജഗന്നാഥൻ കൽക്കിയാമിനി കലിയുഗം തന്നന്തത്തിങ്കൽ. ഇത്തരം അവതാരമസംഖ്യം ചൊല്ലിയിടുവാൻ
ഉത്തമന്മാരാം ഋഷിവർഗവും സുരന്മാരും മനുക്കൾ പിന്നെ പ്രജാപതിമാർ മനുജന്മാർ കനക്കെ മഹത്തുക്കളായുള്ള ജനമെല്ലാം ഈശ്വരൻ നാരായണൻ തന്നെ അവതാരം ഈശ്വരമയമത്രേ നിശ്ചയം പ്രപഞ്ചവും തൽപ്രപഞ്ചത്തിനെല്ലാം സാക്ഷിയായി ഏകാത്മാവായി നിൽപ്പോരു സകലാത്മാവാകിയ പരബ്രഹ്മം തന്നെ മഹാമായ കാരണം പ്രപഞ്ചത്തിന്ന് അറിഞ്ഞിടുന്നേരം ഉദിക്കും ആത്മജ്ഞാനം എന്നെല്ലാം ചൊല്ലിയിടുന്നു ശ്രീ മഹാഭാഗവതം. വന്ദ്യനാം വേദവ്യാസൻ ചമച്ചു പഠിപ്പിച്ചും ശ്രീശുഖനായ മുനിശ്രേഷ്ഠനേ വഴിപോലെ ആശകളകന്നോരു ശ്രീശുഖമുനീന്ദ്രനും അക്കാലമനശനം ദീക്ഷിച്ചു ഗംഗാതീരം പൊക്കോരു പരീക്ഷത്തിനെ പേരുമറിയിച്ചു. ഇനി അടുത്ത ഭാഗം.